ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ്. അപ്പം ഞാൻ സന്ധ്യയൊക്കെ ആയിട്ടോ കുളിച്ചപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണേ. അപ്പം ഞാൻ ഈ വീടിൻ്റെ ഉള്ളിൽ വെച്ച് അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പം വീട്ടിലിടുന്ന വേഷം ഇതൊക്കെയാണ്. പിന്നെ അതൊരു ഇതാവണ്ടാന്നോർത്ത് ഷാളെടുത്ത് ചുറ്റിന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ കട്ടൻ ചായ കഴിക്കുവാണേ. പണികളൊക്കെ കഴിഞ്ഞു കട്ടൻ ചായ ബെഡേലിരുന്നിട്ട്, നമ്മുടെ വീടാണ് ഇതൊക്കെ, ചായ കുടിച്ചു എല്ലാവരും. ഞാൻ എപ്പോഴും വൈകിയൊക്കെ ചായ കുടിക്കാറ്. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ബസ്സൊന്നുമില്ല, ഞാൻ എപ്പോഴും ബെഡേൽ വന്നിരുന്ന കഴിക്കുള്ളൂ. ഇവിടെ ചെറിയ വീടാണ്. ഞാൻ വീഡിയോ ആയിട്ട് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു Q&A എന്ന് പറയുന്ന സെക്ഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ആകെ രണ്ട് ക്വസ്റ്റ്യനേ വന്നിട്ടുള്ളൂ ഇതുവരെ. അപ്പം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ വരട്ടെ എന്ന് ഓർത്തു. പിന്നെ എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ഒക്കെ ആയായിരുന്നു. ഇപ്പോഴും ചാരി വെച്ചേക്കണേ, ട്രൈപോഡ് ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. ഫ്രണ്ട് ക്യാമിന് ക്ലാരിറ്റി ഇല്ല, തിരിച്ചാണ് വെച്ചേക്കുന്നത്. അപ്പം എനിക്ക് എല്ലാം കൊണ്ട് ഭയങ്കര വിഷമവും ടെൻഷനൊക്കെ ഉണ്ട്. ഫോൺ പോയാൽ താഴെ വീണാൽ തീർന്നു, അങ്ങനത്തെ അവസ്ഥയിലൊക്കെയാണ്. ഒന്ന് വീണ് കഴിഞ്ഞാൽ പൊട്ടും. നമ്മൾ നന്നാക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഫോണിൻ്റെ ക്ലാരിറ്റി ഭയങ്കര കുറവ് വരും. ബാക്ക് ക്യാമ് കുഴപ്പമില്ല, ഫ്രണ്ട് ക്യാമിന് ക്ലാരിറ്റി ഇല്ല. അല്ലെങ്കിൽ തിരിച്ചു വെച്ച് എൻ്റെ നേരെ സൂം ചെയ്തിട്ട് എടുത്തേനെ. ഇനി കുറേ സമയം കളഞ്ഞിതാകുന്നില്ല. ഞാൻ പറയാൻ വന്ന, എനിക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് Q&Aയിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, എൻ്റെ മോണിറ്റൈസേഷൻ ഓണാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി പ്രോസസ്സൊന്നും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല, ചെയ്ത് തീർത്തിട്ടില്ല. എനിക്കതൊരു വിഷമമുണ്ട്. ഞാൻ ചെയ്തു വന്നു, അതെന്തോ ഒരു ഇതായിട്ട് നിൽക്കുക. അതിൻ്റെ ഇടയിൽ ഫോൺ കംപ്ലൈൻ്റ് ആയി. ഇപ്പോഴും അത് റീസ്റ്റാർട്ട് ചെയ്തിട്ട്, എനിക്കറിയില്ല, ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യണതേ, അതൊക്കെ ഒന്ന് ചെയ്യാനുണ്ട്. അപ്പോൾ എനിവേ, മിക്സിയുടെ സൗണ്ട് വരും. കാരണം പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് ഞാൻ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ പൂച്ചയ്ക്ക് കുഞ്ഞു കൊഴുവ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് പൊടിച്ചിട്ട് ചോറിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊഴുവ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചേട്ടൻ തന്നെ പൊടിക്കുവാണ്. ഞാൻ പൊടിക്കാറുണ്ട്. ഇപ്പോൾ പുള്ളി അത് ചെയ്തോട്ടെ എന്ന് ഓർത്ത്. കാരണം എനിക്കിപ്പോൾ ബാക്കി കുറച്ച് പണികൾ കൂടുതലുണ്ടായിരുന്നു. അത് കാരണം അപ്പം അതിൻ്റെ ഒരു ഡിസ്ട്രാക്ഷൻ വരും. പിന്നെ എൻ്റെ പൂച്ചക്കുട്ടന്മാർ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അവർ ഓടി പരക്കം മാഞ്ഞ് ഓടി നടക്കുവാണ്. അപ്പോൾ എനിവേ, ഞാൻ അവർ രണ്ടുപേരും എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അപ്പോൾ അവർ ചോദിച്ച ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി, ഓക്കെ. അപ്പോൾ അവർ ചോദിച്ച ചോദ്യങ്ങൾ ചോദിച്ചത്, റിനി എൻ്റെ കൂടെ വയനാടിന് സർവേക്ക് ഉണ്ടായതാ. വയനാട് അട്ടപ്പാടിയൊക്കെ കേട്ടോ. അട്ടപ്പാടി വന്നില്ല, വയനാട്. റിനിയുടെ വീടും വയനാടാണ്. അപ്പോൾ റിനിയായിട്ട് സ്റ്റിൽ കോണ്ടാക്റ്റ് ഉണ്ട് കേട്ടോ. നല്ല കോണ്ടാക്റ്റിലും നല്ല സ്നേഹബന്ധത്തിലും പോകുന്നു. എന്നെക്കാളൊക്കെ ഒരുപാട് വയസ്സിനിളയ കുട്ടിയാണ്. ചെറിയ 2 പെൺകുട്ടികളുണ്ട്. റിനിക്കൊരു ചാനലുണ്ട്. ദൈവമേ, ചാനലിൻ്റെ പേര് നോക്കി, റിമാശ്രീ എന്ന് പറയുന്ന ചാനലാണ്. അത് എനിക്കിനി ഒന്നും കൂടെ നോക്കേണ്ടി വരും. ഞാനത് വായിച്ചു നോക്കിയെങ്കിലേ, റിമാശ്രീ എൻ്റെ Q&Aയുടെ ക്വസ്റ്റ്യൻ ചോദിക്കണതിൽ ചാനൽ കിടപ്പുണ്ട്. അപ്പോൾ റിനിയും പിന്നെ ദീപാ ശിവനും, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടത്. അപ്പോൾ ദീപാ ശിവന് ഓൾവേസ് എന്നെ കുറേ നാളുകളായിട്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന ഒരു വ്യക്തിയാണ് ദീപാ ശിവൻ. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ വളരെയധികം റിനീനെ നേരിട്ട് പരിചയമുണ്ട്. ദീപാ ശിവനെ ദീപയെ നേരിട്ട് പരിചയമില്ലെങ്കിലും വളരെയധികം സ്നേഹത്തോടു കൂടി എനിക്ക് കമൻറ്റുകൾ ഇടുകയും ചില കാര്യങ്ങൾ പറഞ്ഞു തരികയും വളരെയധികം ഇഷ്ടമാണെന്നൊക്കെ കമൻ്റ് ഇടുകയൊക്കെ ചെയ്ത ആളാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ ദീപയോടും റിനിയോടും ഒരുപാട് സന്തോഷം. ക്വസ്റ്റ്യൻ ഇട്ടുകൊണ്ട് 2 ക്വസ്റ്റ്യനെങ്കിൽ അത് 2 ക്വസ്റ്റ്യൻ നമ്മളത് വെച്ച് Q&A നടത്തും. എനിക്കതിൽ വിഷമമൊന്നുമില്ല. സ്നേഹമുള്ള 2 പേര് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യം. ഒരുപാട് പേര് ക്വസ്റ്റ്യൻ ചോദിച്ചില്ലെങ്കിലും, ഒരുപാട് പേര് ക്വസ്റ്റ്യൻ ചോദിച്ചത് കുശുമ്പായിട്ട് പറയണമല്ല, നമുക്ക് അത്രയെങ്കിലും വന്നു, അത് സന്തോഷം. ഓക്കെ. അപ്പോൾ റിനി ചോദിച്ച ക്വസ്റ്റ്യനാണ് ഞാൻ അത് പറയാം. റിനി ചോദിച്ചത്, ചേച്ചി വയനാട് വന്ന നമ്മുടെ സർവേ വർക്കിനൊക്കെ വന്ന വയനാടൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? എപ്പോഴെങ്കിലും വയനാടിനെ കുറിച്ച് ഓർക്കാറുണ്ടോ? പിന്നെ റിനിയെ മിസ് ചെയ്യാറുണ്ടോയെന്ന്. റിനിയെ ഓഫ് കോഴ്സ് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ റിനിയെ സ്റ്റിൽ നേരിട്ട് കാണുന്നില്ലെങ്കിലും വാട്സപ്പിൽ എപ്പോഴും അപ്ഡേറ്റഡ് ആണ്. റിനിയെ വാട്സപ്പ്, ഇൻസ്റ്റ, യൂട്യൂബ് ആൻഡ് ഓൾസോ FB വരെ, ഫേസ്ബുക്ക് വരെ റിനി സ്റ്റിൽ കോണ്ടാക്റ്റിലാണ്. പക്ഷേ വയനാട് ഒരുപാട് റിനിയെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ വയനാട് മിസ് ചെയ്യാൻ റിയലി മിസ് വയനാട്.
കഴിഞ്ഞ ദിവസം എന്നെ സുനി എന്ന് പറയുന്ന ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന സുനി വിളിച്ചിരുന്നു. സുനി സർവേ വർക്ക് നമ്മുടെ കൂടെ ചെയ്തതാണ്, പാലക്കാടുള്ളതാണ്. പല ജില്ലകളിലുള്ള ആൾക്കാർ കൂടിയാണ് നമ്മൾ ആ സർവേ വർക്ക് ചെയ്തത്. ഞാൻ വീഡിയോ ഇട്ടതിലൊക്കെ ചെറുതായിട്ടൊക്കെ അവരൊക്കെ പെട്ടിട്ടുണ്ട്. അപ്പോൾ സുനി വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി കഴിഞ്ഞ വർഷമാണ് കേട്ടോ, ഇതേ സമയം മാർച്ച് ഏപ്രിലായിരുന്നു. അപ്പം ചേച്ചി നമ്മുടെ വയനാടിൻ്റെ അവിടെ ചെയ്ത സർവേയുടെ അത്ര ഒരു സർവേയും വരില്ല, കാരണം ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് നേരപ്പായ റോഡുകളും പാതകളും അല്ലല്ലോ, ഹില്ലാണല്ലോ കൂടുതൽ. അപ്പോൾ നമുക്ക് റേഞ്ചിന് പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടും വണ്ടികൾ ബസ് റൂട്ടൊക്കെ അധികം ഇല്ലാത്തതുകൊണ്ടും നമുക്ക് കാറും വലിയ തരം കാറും ഒക്കെ നമുക്ക് വലിയ ബോലേറോ പോലത്തെ വണ്ടിയൊക്കെ നമുക്ക് അവിടെ അറേഞ്ച്ഡ് ആയിരുന്നു. നമുക്ക് സർവേ എടുക്കാൻ ഓരോ സ്ഥലത്തേട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങുക, ആ ഒരു ഏരിയ കവർ ചെയ്താൽ വണ്ടി കയറി അടുത്ത ഏരിയയിട്ട് പോവുക. നല്ല പാട്ടൊക്കെ വെച്ച് നല്ല രസമാണ്, ടൂർ പോണ പോലെ. അത്രേ ഒരു ഇത് രണ്ടാമത്തെ സർവേ തിരുവനന്തപുരത്തൊക്കെ വന്നില്ല. ഞാൻ എല്ലാ സർവേകളുടെ ഇതൊക്കെ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇടുക്കിയും തിരുവനന്തപുരവും ഒക്കെ രണ്ടാം ഘട്ടം സർവേ ജൂൺ തൊട്ട് തുടങ്ങിയിരുന്നു, പോലീസിൻ്റെ സർവേ. വയനാടും അട്ടപ്പാടിയൊക്കെ ചെയ്തത് മറ്റേ FNHWയുടെ സർവേ ആയിരുന്നു, ഫുഡ് ന്യൂട്രീഷൻ ഹെൽത്ത് ആൻഡ് വാഷ്. അപ്പോൾ അതൊക്കെ പ്രൈവറ്റ് ഏജൻസി, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സർവേ ആണ്, പ്രൈവറ്റ് ഏജൻസി ഏറ്റെടുത്ത് ചെയ്യുന്നു. അപ്പോൾ ആ സർവേ നമ്മൾ വയനാടും അട്ടപ്പാടി മാത്രമാണ് ചെയ്തത്. പക്ഷെ അവിടെയൊക്കെ നമുക്ക് വണ്ടി ഉണ്ടായിരുന്നു, വണ്ടികളിൽ പോവുക വരിക, വണ്ടി പോവുക വരിക, റൂമിൽ വരിക, റെഡി ആവുക, കിടക്കുക, അലക്കുക, കുളിക്കുക, അതൊക്കെ ഫുഡ് കഴിക്കാൻ പോവുക, ഫുഡിനുള്ള പൈസ തരും. അപ്പം നല്ല രസമായിരുന്നു. അപ്പോൾ റിനി വയനാട് മാത്രമേ ഉണ്ടായുള്ളൂ. റിനിക്ക് ചെറിയ 2 കുട്ടികളുള്ളതുകൊണ്ട്. അപ്പോൾ റിനി കുട്ടികൾ ഒക്കെ വയനാടായിരുന്നപ്പോൾ റിനി ഉണ്ടായിരുന്നു. പിന്നെ അട്ടപ്പാടി പോകുന്നപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നില്ല. വയനാടുള്ളവരുണ്ടായിരുന്നു, റിനിയുടെ ചിറ്റയൊക്കെ ഉണ്ടായിരുന്നു, കസിൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ഫ്രണ്ട്സൊക്കെ. പക്ഷേ നമ്മുടെ ജസ്ന, സുനിത, ബബ്ദ ചേച്ചി, പിന്നെ എന്താ പറയുക, അത്രയും നാളുകളുടെ ഒരു 10-20 ദിവസം, ഒരു എത്ര ദിവസമാണ് വയനാട് ഉണ്ടായിരുന്നത്, 10-15 ദിവസമാണെന്ന് തോന്നുന്നു. അത്രയും നാൾ 15 ദിവസത്തിൽ കൂടുതലുണ്ടെങ്കിലുള്ളൂ. അത്രയും നാൾ വയനാട് നിൽക്കുമ്പോൾ റിനിയായിട്ടൊക്കെ ഉള്ള അടുപ്പം കാണുമ്പോൾ മിണ്ടൽ എല്ലാം നല്ല രസമായിരുന്നു. നല്ല രീതിക്ക് തന്നെയുള്ള സ്നേഹബന്ധം മുന്നോട്ട് തന്നെ കൊണ്ടുപോയിരുന്നു. പിന്നെ എന്താ പറയുക, എനിക്ക് വയനാട്, പിന്നെ ഈ പറഞ്ഞ പോലെ വയനാട് മൃഗശല്യം കാര്യങ്ങൾ, കാട്, ഈ മൃഗശല്യം എന്ന് പറയുന്ന ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ വയനാട്, പിന്നെ ഈ പറഞ്ഞ പോലെ ഭൂപ്രകൃതി ദുരന്തങ്ങൾ, ഇപ്പം ഈ റീസെൻ്റ്ലി ഉണ്ടായ ഏകദേശം 1 കൊല്ലമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മലയിടിച്ചിൽ, എന്താ പറയുക, ഉരുൾപൊട്ടൽ ദുരന്തമൊക്കെ, അങ്ങനത്തെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ പോലും ഏറ്റവും സുന്ദരമായ ഒരു ജില്ലയാണ് വയനാട്. അപ്പോൾ വയനാട് ഐ റിയലി മിസ് വയനാട്. പിന്നെ അപ്പോൾ ഇനി ചോദിച്ച ക്വസ്റ്റ്യന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, എന്താണെന്ന് എനിക്ക് അങ്ങോട്ട് എന്തൊക്കെയാ, ഒരു പൂ ചോദിച്ചു ഒരു പൂക്കാലം തന്നു എന്ന് പറഞ്ഞ പോലെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ദീപയാണ്. ഞാൻ ഇങ്ങനെ റിനീനെ ആദ്യം പറഞ്ഞതല്ല, ദീപയുടെ ക്വസ്റ്റ്യൻ രണ്ടാമത് കിടന്നുകൊണ്ട് ആ ഒരു ഓർഡറിൽ പറഞ്ഞത്. അപ്പം ദീപയുടെ ഒരുപാട് സന്തോഷം ദീപ. അപ്പോൾ അതിന് മുന്നേ പറയട്ടെ, വയനാടിനെയും റിനിയെയും ഞാൻ വളരെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഇനിയും കാണണം കേട്ടോ. ഞാൻ എന്തായാലും വയനാട് വരും, വയനാട് വരാതിരിക്കില്ല. വയനാട് എന്ന് മാത്രമല്ല കേട്ടോ, ഇനി ഞാൻ പോയ സ്ഥലത്ത് ഇടുക്കി, പിന്നെ ഇടുക്കിയും ഭയങ്കര ഇഷ്ടമായി. പാലക്കാട് ഞാൻ അങ്ങനെ സർവേക്ക് പോയില്ല. ഇടുക്കിയും വയനാടും എനിക്ക് പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ എവിടെ പോയത്, പിന്നെ തിരുവനന്തപുരത്താണ് പോയത്. പാലക്കാട് അട്ടപ്പാടിയും അടിപൊളി സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ. അട്ടപ്പാടി ഉണ്ടായിരുന്നു. പക്ഷെ വയനാട് ഈസ് ഓൾസോ, വയനാടിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ദീപ ചോദിച്ച ക്വസ്റ്റിന് ഒരുപാട്, ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, ഒരു കാര്യം പറയുമ്പോൾ അത് വലിച്ചു നീട്ടി ഇങ്ങനെ പറയണ ആളെ ഇപ്പോഴും അതൊരു കൺട്രോളബിൾ അല്ല. എന്ത് കാര്യം, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ആ കാര്യങ്ങൾ പറയാൻ നിർത്തുക, അതല്ല, ഇങ്ങനെ പറയും, അതാണ്. അപ്പോൾ ദീപയോട് പറയാനുള്ളത്, ദീപ എന്നോട് ചോദിച്ചത്, സരിതയുടെ വീട് തൃപ്പൂണിത്തുറയാണോ, സരിത എവിടെയാണ് പഠിച്ചത്, പിന്നെന്താ ചോദിച്ചത്, സരിതയുടെ ക്വാളിഫിക്കേഷൻ എന്താണ്. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ദീപയോട് വളരെയധികം നന്ദിയുണ്ട്. ഓൾസോ റിനിയോടും നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ദീപയോട് പറയാനുള്ള, പ്രോപ്പർ തൃപ്പൂണിത്തുറ എന്ന് പറയാൻ പറ്റില്ല, തൃപ്പൂണിത്തുറയ്ക്ക് അടുത്തുള്ള ഇരുമ്പനം എന്നുള്ള പ്രദേശത്താണ്. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ വീട് ഇരുമ്പനം തന്നെയാണ്.
അച്ഛൻ്റെ ചിത്രപ്പുഴ ഇരുമ്പനം എന്ന് പറയും. അമ്മ പ്രോപ്പർ ഇരുമ്പനാണ് എൻ്റെ അമ്മ വീട്. അപ്പം ഒരു ചെറിയ പ്രദേശമാണ് ഇരുമ്പനം. അപ്പം ഞങ്ങൾ അമ്മ വീട്ടിലാണ്. അമ്മക്ക് കുറച്ച് സ്ഥലം തന്നിടത്താണ് ഷെഡ് വെച്ചൊക്കെ താമസിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഡിഗ്രി സെക്കൻഡ് ഇയർ കാലഘട്ടം വരെ ഞങ്ങൾ അമ്മ വീട്ടിൽ നമുക്ക് തന്ന സ്ഥലത്താണ് നമ്മൾ താമസിച്ചത്. എന്ന് വെച്ചാൽ അമ്മയുടെ കൊച്ചച്ചന്മാരുടെ മക്കളും അമ്മയുടെ അമ്മാവന്മാരും ഞങ്ങൾ അങ്കിൾ എന്നാണ് വിളിച്ചു. ഇപ്പോഴും വിളിക്കുന്ന അങ്കിൾ എന്ന് രവി അങ്കിള്, രാജു അങ്കിള്, ജയനങ്കിൾ, അങ്ങനെ അങ്കിൾ എന്ന് അച്ഛൻ വിളിച്ച് പഠിപ്പിച്ചുകൊണ്ട് മാമന്മാരെന്ന് പറയുമ്പോൾ പറയാം. അപ്പം എൻ്റെ മാമന്മാരും എൻ്റെ ചിറ്റമാരും അമ്മയുടെ കൊച്ചച്ഛൻ്റെ മക്കളൊക്കെ എൻ്റെ കളിക്കൂട്ടുകാരെ പോലെ, എന്നെക്കാൾ കുറച്ച് മൂപ്പൊക്കെ ഉള്ളവർ. അപ്പോൾ അവരുടെയൊക്കെ കൂടെ ഓടിച്ചാടി വളർന്ന് അടിപൊളി ദൈവഭാഗ്യം കൊണ്ട് ഒരു അടിപൊളി ബാല്യകാലം സുന്ദരമായൊരു 90s എനിക്ക് കിട്ടിയിട്ടുണ്ട് സത്യമായിട്ടും. അത് പിന്നെ തിരിച്ചെടുക്കാൻ അതെൻ്റെ ഓർമ്മയിൽ എൻ്റെ നെഞ്ചിനകത്തിരിക്കുന്ന ഒരു ഓർമ്മയാണത് സത്യം. അതൊക്കെ ഞാൻ എൻ്റെ ചിറ്റ എന്നെ വിളിക്കാറുണ്ട്. എന്നെക്കാളും എൻ്റെ ചിറ്റാന്ന് വെച്ചാൽ അമ്മയുടെ ഏറ്റവും ഇളയ കൊച്ചച്ഛൻ്റെ മോൾ എന്നെക്കാളും 3 വയസ്സിന് വ്യത്യാസം. അപ്പോൾ ചിറ്റയെ ഞാൻ എപ്പോഴും സംസാരിക്കും. വീഡിയോ ചെയ്യുക എന്താ വീഡിയോ ചെയ്യുന്നു. അപ്പോൾ ചിറ്റയെ ഞാൻ എപ്പോഴും വിളിച്ച് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ പണ്ടത്തെ കാലം ഞങ്ങൾ കൂട്ടുകാരെ പോലെ ആയിരുന്നു. അപ്പോൾ ഐക്യരമറ്റാണ് കേട്ടോ ആ വീട്. ഞാൻ കഴിച്ചു തീർന്നില്ല. ഐക്യരമറ്റത്താണ് വീട്. അമ്മ വീടിൻ്റെ പേര് ഐക്യരമറ്റെന്നാണ് കേട്ടോ. അപ്പോൾ ഇരുമ്പനം തൃപ്പൂണിത്തുറ അടുത്ത് തന്നെ നമ്മൾ പിന്നെ തൃപ്പൂണിത്തുറ ആശുപത്രിയിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇരുമ്പനംകാരാണ്. പ്രോപ്പർ പറഞ്ഞ ഇരുമ്പനാണ്, എന്നാലും തൃപ്പൂണിത്തുറക്കാരെന്ന് പറയാം. കാരണം തൃപ്പൂണിത്തുറ കുറച്ചും കൂടെ പേര് കേട്ട സ്ഥലമാണ്. രാജാവും മറ്റേ എല്ലാം ഉണ്ടായ. പിന്നെ നമ്മുടെ ഹിൽ പാലസ് നമ്മുടെ തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ ഈ അമ്മ വീട്ടിൽ വളർന്ന് അങ്ങനെ കളിച്ച് ചിരിച്ച് നല്ല അടിപൊളിയായിട്ടൊക്കെ, അടിപൊളിയല്ല, നമുക്ക് ദാരിദ്ര്യവും ദുഃഖവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒത്തൊരുമയും രസമൊക്കെ അടിപൊളിയായിരുന്നു അമ്മ വീട്ടിലെ ജീവിതം. അപ്പോൾ എൻ്റെ അച്ഛനും ഞങ്ങളെല്ലാവരും, അച്ഛന് പാലക്കാട് സ്കൂളിലാണ് ജോലി കിട്ടിയത്. അപ്പോൾ 14 കൊല്ലം അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. 14 അപ്പോൾ അത്രയും വർഷം അച്ഛൻ പാലക്കാടായിരുന്നു. അപ്പോൾ അച്ഛൻ കുറേ നാൾ ഞങ്ങളിവിടെ നിർത്തി അച്ഛൻ അവിടെ പോയി പഠിപ്പിച്ചു. പിന്നെ ഞങ്ങളെ ഒരു ഇടയ്ക്ക് അവിടെ കൊണ്ടുപോയി. അല്ല, ഞങ്ങൾ ആദ്യം അവിടെ പഠിച്ചു, പിന്നെ ഇവിടെ വന്നു, പിന്നെയും പാലക്കാട് പഠിച്ചു, പിന്നെയും സ്ഥിരം ഇവിടെയായി. അപ്പോൾ എൻ്റെ ബാല്യകാലങ്ങളിൽ ഇരുമ്പനത്തും പഠിച്ചു, പാലക്കാടും പഠിച്ചു. 8ാം ക്ലാസ് തൊട്ട് ഇരുമ്പനം തന്നെ, ഇരുമ്പനം സ്കൂളിലാണ് പഠിച്ചത്. 10 കഴിഞ്ഞ് +1 +2 പഠിച്ചത് സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മൊറക്കാല. അതായത് ഇവിടെ നിന്നൊരു ആലുവയ്ക്ക് പോണ റൂട്ടാണേ. അപ്പോൾ ഞാൻ +1 +2 ആയിരുന്നു. ഞാൻ 2000-ലാണ് 10ാം ക്ലാസ് കഴിഞ്ഞത്. 2000 ബാച്ചാണ് 10ാം ക്ലാസ്. അപ്പോൾ അങ്ങനെ ഞാൻ ചോദിച്ചാൽ തൃപ്പൂണിത്തുറയാണോ ജനിച്ചതെന്ന്, അല്ല തൃപ്പൂണിത്തുറയാണോ വീടെന്ന് വെച്ചാൽ തൃപ്പൂണിത്തുറക്കടുത്ത് ഇരുമ്പനത്താണ് എൻ്റെ അമ്മ വീട്. പിന്നെ അച്ഛൻ വീട് കുറച്ചൊക്കെ മാറിയാണെങ്കിൽ അച്ഛൻ വീട്ടിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒന്നും മറ്റേ ഒരുപാട് സഹോദരിമാരൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ അങ്ങനെയൊന്നും അച്ഛനൊന്നും മേടിച്ചിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യമല്ലായിരുന്നു. അപ്പോൾ അച്ഛൻ വീട്ടിൽ അങ്ങനെ വല്ലപ്പോഴും അച്ഛൻ്റെ അമ്മായിമാരുടെയും വലിയച്ഛൻ്റെ വീടുകളിൽ പോകും എന്നല്ലാതെ അവിടെ പോയി പണ്ട് നിന്നിട്ടുണ്ട്. ഞാൻ ഓർമ്മയില്ലായിരുന്ന സമയത്ത്, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ. പിന്നെ ഞങ്ങൾ വലുതായ പിന്നെ അച്ഛൻ വീട്ടിൽ പോയി അങ്ങനെ നിന്നിട്ടില്ല. അമ്മ വീട്ടിലാണ് വളർന്നത്. പിന്നെ പാലക്കാട് കുറച്ചുനാൾ അച്ഛൻ്റെ കൂടെ പോയി നിന്നു. പിന്നെ എൻ്റെ ചിറ്റേനെയും കെട്ടിച്ചേക്കണൊക്കെ ഇവിടെ ഇരുമ്പനം തന്നെ എല്ലാവരും. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ഇരുമ്പനം ഹിൽ പാലസിനടുത്താണ്. തെക്കേ ഇരുമ്പനത്ത് ഇപ്പോഴും ഈ വീട് ഇരുമ്പനം തന്നെ. ഞങ്ങളെല്ലാവരും ഇരുമ്പനത്ത് താമസിക്കുന്നത്. അനിയത്തിനെ കാണിനാടാണെങ്കിൽ അവളും ഇപ്പോൾ വാടകയ്ക്കുണ്ട്. ജോലി ഹിൽ പാലസിലാണ് അനിയത്തിക്ക്. അപ്പം അമ്മ അനിയത്തിയുടെ കൂടെ നിൽക്കുന്നുണ്ട്, ഞങ്ങളുടെ അമ്മ. അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ സാറായിരുന്നു. എൻ്റെ അച്ഛനൊരു അധ്യാപകനായിരുന്നു. അച്ഛൻ റിട്ടയർഡായ പിന്നെ അച്ഛൻ 2017 മരിച്ചു. അപ്പം ഞാൻ പഠിച്ചത് വളർന്നത് ഇരുമ്പനത്തും പാലക്കാടുമായിട്ടാണ് ഞാൻ പഠിച്ചത്. പിന്നെ മൊറക്കാല, ആലുവ, പിന്നെ ഞാൻ പറയാം. എൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ BEd മാത്തമാറ്റിക്സ് ആണ്, മാത്സ് ആണ്. BEd മാത്സ് ആണ്. പക്ഷേ ഞാൻ 2 സ്കൂളുകളിൽ ഞാൻ പഠിപ്പിച്ചു. LP സ്കൂളുകളിലാണ്. പിന്നെ കുറേ വർഷങ്ങൾ ട്യൂഷൻ എടുത്തു. പിന്നെ കുഞ്ഞ് ചെറുതായിരുന്ന കൊണ്ടൊക്കെ സ്ഥിരം എങ്ങോട്ടും പോകാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ കൊച്ചിനെ നോക്കാൻ എൻ്റെ അമ്മയൊക്കെ നോക്കാനുള്ളപ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പല ജോലിക്കും. ഇപ്പം ഞാൻ എന്ത് ജോലിക്കും ഇറങ്ങിപ്പോകും. ടീച്ചിങ് മാത്രമല്ല, ഇപ്പം എന്നല്ല പണ്ടും അതെ, ടീച്ചിങ് മാത്രമല്ല, ടീച്ചിങ് ഇഷ്ടമാണ്, ഇല്ലെന്നല്ല.
ട്യൂഷനും വർഷങ്ങളോളം എടുത്തുകൊണ്ടിരുന്ന. അപ്പോൾ പല ജോലിയും ചെയ്യും. ഈവൻ തുണിക്കടയിലൊക്കെ പോയിട്ടുണ്ട്. എന്ത് ജോലിക്ക് അതിൻ്റെതായ ഇതുണ്ട്. പക്ഷെ പഠിച്ചിരിക്കുന്നത് ടീച്ചിങ്ങിൻ്റെ പ്രൊഫഷനാണ്. പാസ്സായിട്ടുണ്ട്. MSc ചെയ്തു. ഞാൻ BSc MSc മാത്സ് ആയിരുന്നു. ഞാൻ B.Ed മാത്സാണ് പഠിച്ചത്. കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജ് കോലഞ്ചേരി, അവിടെയാണ് പഠിച്ചത്. അപ്പോൾ ഞങ്ങൾ റിസർവ്ഡ് കാറ്റഗറി ആയത് കാരണം എനിക്ക് ഒരു സീറ്റിൽ എനിക്ക് MSc മാത്സിന് കിട്ടി അപ്ലൈ ചെയ്തപ്പോൾ. പക്ഷേ ആ സമയത്ത് ഇത്തിരി ഉഴപ്പിയായിരുന്നു. MSc എല്ലാം കോഴ്സ് കംപ്ലീറ്റഡ് ആണ്. MSc എല്ലാം പേപ്പേഴ്സ് എല്ലാം എനിക്ക് പാസ്സായി കിട്ടാൻ പറ്റിയില്ല. ഉടനെ തന്നെ B.Edന് ചേർന്നു, വർഷങ്ങൾ പാഴാക്കാതെ. പിന്നെ പിറ്റേ കൊല്ലം ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. ലവ് മാരേജ് ആയിരുന്നു. അപ്പം നിലവിൽ കരിയർ ബിൽഡപ്പ് എന്ന് പറയാൻ അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പഠിച്ച ക്വാളിഫിക്കേഷനുള്ളിലുണ്ടെങ്കിലും ആ ഒരു നിലയിലുള്ള പോസ്റ്റിൽ എത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. പിന്നെ എനിക്ക് ഒരു സൈഡിൽ കൂടെ എനിക്ക് കലയോട് വളരെ ഇഷ്ടം. അഭിനയിക്കാനും പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും എല്ലാത്തിനും ഇഷ്ടമുള്ള വ്യക്തി. അപ്പോൾ ആ ഒരു ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ പോയിട്ടാണോ നമുക്ക് ടീച്ചിങ്ങിൻ്റെ ജോലിയിലേക്ക് മാത്രമായി ഒതുങ്ങാൻ പറ്റാത്തതാണോ എനിക്കൊന്നും അറിയില്ല. പിന്നെ പോലീസാണോ വളരെ ഇഷ്ടമായിരുന്നു. എക്സസൈസ് അങ്ങനെ പല ആ ഒരു സെക്ഷൻ. ഇപ്പോഴും PSC എഴുതുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് 40ലേക്ക് കടന്നു. ഇപ്പോൾ 40 വയസ്സും 4 മാസമാണ്. 4 മാസം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ റിസർവ്ഡ് കാറ്റഗറി ആയതുകൊണ്ട് ചിലപ്പോൾ 2-3 വർഷം കൂടെ എഴുതാൻ പറ്റുമായിരിക്കും. 45 വരെ എഴുതാമെന്നാണ് കേട്ടേക്കണം. പക്ഷെ ഞാനിങ്ങനെ പഠിക്കാണ്ട് ഇതാക്കിയേക്കുവാണ്. പക്ഷേ ഞാൻ അങ്ങനെ തോറ്റു കൊടുക്കില്ല. നമ്മൾ പഠിച്ചതിൻ്റെ ഇതിൽ തന്നെ നാളെയാണെങ്കിൽ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാം. പക്ഷെ എൻ്റെ മൈൻഡ് എനിക്കൊരു എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ഈ ആളുകളുടെ മുന്നിൽ നമ്മുടെ കൂടെ പഠിച്ചവരുടെയൊക്കെ മുന്നിലാണെങ്കിലും നമ്മളിപ്പോൾ അവരുടെ പൊസിഷൻ അവർ ജീവിക്കുന്ന പോലെ കാണിച്ചില്ലെങ്കിൽ ഒരു മനസ്സ് നമ്മൾ ചെറുതാവേണ്ട ആവശ്യമില്ല. എനിക്ക് എപ്പോഴും അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷേ നമുക്ക് നാളെ ഒരു ദിനം വരും. നമുക്കിപ്പോൾ ഒരുപാട് വൈകിയായിരിക്കാം ചിലപ്പോൾ നമുക്കൊരു ദിവസം വരുന്നത്. നമ്മൾ ചിലപ്പോൾ പാഴാക്കി കളഞ്ഞ സമയത്തിൻ്റെ ആവാം, അല്ലെങ്കിൽ എന്താ പറയുക, വിധി എന്നൊന്നും ഞാൻ പറയില്ല. തലവരാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ വിശ്വസിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹാർഡ് വർക്ക് ചെയ്യാണ്ട് പോയ സമയത്തെ ഒരു ഇതായിരിക്കാം. ഇപ്പം നമ്മുടെ കൂട്ടുകാർ നല്ല നിലയിലായാലും നമ്മളൊന്നും ആയില്ല എന്നോർത്ത് അങ്ങനെ വിഷമിക്കണ്ട. നമുക്ക് നാളെ ഒരു ദിനമുണ്ട്. ഒരു പോസിറ്റീവ് ഒരു അകലെ ഒരു വെളിച്ചം, ഒരു വെട്ടം നമുക്ക് വേണ്ടി ഉണ്ടെന്നുള്ള രീതിക്ക് തന്നെ പോകണം. അപ്പം എൻ്റെ മനസ്സ് ഒരു ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് ഞാൻ പല രീതിയിലും കലാപരമായ മേഖലകളിൽ നിന്ന് പോവുകയാണ് ഇപ്പോൾ. എന്ന് വെച്ച് പഠിപ്പിക്കണതോ ജോലിയൊന്നും ചെയ്യില്ലെന്നല്ല. അങ്ങനെ സർവേ വർക്കായിരുന്നു ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് നാളായിട്ട്. അതിനൊരു എൻജോയ്മെൻ്റ് ഉണ്ട്. എനിക്കറിയില്ല, എൻജോയ് ചെയ്ത് ജോലി ചെയ്യാൻ ഇഷ്ടം. പഠിച്ച ഫീൽഡിനോട് ഒരു ദേഷ്യമല്ല. കുറച്ച് ഫ്രീ ആയിട്ട് ഇടപെടുകി ജോലി ചെയ്യാനാണ് എനിക്കിഷ്ടം. പക്ഷേ അതിനനുസരിച്ചുള്ള വരുമാനമൊക്കെ കിട്ടുമെന്ന് നമുക്കറിയില്ല. നമ്മൾ അങ്ങനെ എല്ലാം കൂടി പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം എന്താ പറയുക, ആളുകൾ പറയുമ്പോൾ പറയും അവൾക്ക് ജോലി ചെയ്യാൻ മടിയായിട്ടാണ്, പഠിച്ചിട്ട് ഇരിക്കുവാണ്, താൽക്കാലികമായി ജോലിക്ക് പോവുകയാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ പറഞ്ഞ പോലെ എൻ്റെ മൈൻഡിനൊരു കോൺഫിഡൻസും കൂടെ കിട്ടണ ഒരു ഇതിലേക്ക് തന്നെ നിൽക്കണം എന്നാണ്. അത് നാളെ ഒരിക്കലും എനിക്ക് കിട്ടും. എനിക്ക് നല്ല വൈറ്റ് സ്കോളർ ജോലിയും നല്ലൊരു ടീച്ചറായിട്ടും ഒക്കെ ജോലി ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. പക്ഷേ കല വിട്ട് കളിക്കാൻ, കലയോടുള്ള കലാമേഖല പ്രവർത്തനങ്ങളോടും അതിനോടും ഒട്ടും വിട്ട് കളയാൻ എനിക്ക് പറ്റില്ല. എനിക്ക് അതൊക്കെ ഉണ്ടെങ്കിലാണ് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ദീപോട് പറയണേ. അപ്പം എൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ പഠിച്ചത് ഏതൊക്കെ ഇതാന്ന് പറഞ്ഞാൽ പാലക്കാട് GUP സ്കൂൾ കോതച്ചിറ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഇരുമ്പനം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മോറക്കാലിൽ +2 പഠിച്ചിട്ടുണ്ട്. സെൻറ്റ് പീറ്റേഴ്സ് കോളേജ് കോലഞ്ചേരിയിൽ ഡിഗ്രി ആൻഡ് MSc ചെയ്തു. പിന്നെ B.Ed സെൻറ്റ് ജോസഫ് കോളേജ് ഫോർ ടീച്ചർ ട്രെയിനിങ് കച്ചേരിപ്പടി, അവിടെയാണ് B.Ed 1 ഇയർ കോഴ്സായിരുന്നു കേട്ടോ ചെയ്തത്. 2007 തന്നെ B.Edന് അപ്ലൈ ചെയ്തു. അലോട്ട്മെൻ്റ് ഒക്കെ വന്നപ്പോൾ വൈകിയ കാരണം 2008 ഹോൾ 2008 ക്ലാസ് ആയിരുന്നു. 2009 ഫൈനൽ എക്സാം ഒക്കെ ലാസ്റ്റ് കഴിഞ്ഞത്. 1 ഇയർ കോഴ്സായിരുന്നെങ്കിൽ ഒരു 1.5 ഇയർ എടുത്തു
റിസൾട്ട് വരാനും എക്സാമും എല്ലാം ഉൾപ്പെടെ എടുത്തു. അപ്പോൾ 1.5 അല്ല 2 ഇയർ, ഏകദേശം 2 വർഷത്തോളം എടുത്തു എന്ന് തന്നെ പറയാം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അലോട്ട്മെന്റ് വെച്ചിട്ട് എനിക്ക് ആദ്യം കാലടിയിലാണ് കിട്ടിയത്. കാലടി ശ്രീ ശങ്കരാചാര്യ കോളേജാണോ ആദിശങ്കരായിരുന്നു എന്നറിയില്ല, ആദിശങ്കര കോളേജാണെന്ന് തോന്നുന്നു, ആദിശങ്കര BEd. അവിടെ 2 ആഴ്ച പോയി, വളരെ ദൂരമായിരുന്നു ഇവിടുന്ന് പോയി വരാൻ. അത് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ കച്ചേരിപ്പടിയിലുള്ള സെൻറ്റ് ജോസഫ് കോളേജ് സിസ്റ്റേഴ്സിൻ്റെ കോളേജാണ്, അവിടെയാണ് BEd എനിക്ക് പിന്നെ ഇത് കിട്ടിയത്. അപ്പം ഞാൻ ആദ്യമൊക്കെ കുറച്ച് ഉഴപ്പൊക്കെ ആയിരുന്നു, പിന്നെ ലാസ്റ്റ് സിസ്റ്റർ നല്ലതായിട്ടൊക്കെ പിടിച്ചു. പിന്നെ ആ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിച്ചു. പിന്നെ ഒരുപാട് ജോലികൾക്ക് അന്വേഷിച്ചു കേട്ടോ, പേപ്പറിലൊക്കെ കണ്ടു. കുറേ നമുക്ക് അവസരങ്ങൾ കിട്ടിയാലും അത് പ്രോപ്പറായിട്ട് വിനിയോഗിക്കാൻ പറ്റാത്ത ഒരു തെറ്റ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാം. ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാവും, കുറച്ച് കാര്യങ്ങൾ നമ്മൾ കളഞ്ഞിട്ടുണ്ടാവാം. പിന്നെ നമ്മൾ ഇനിയുള്ള കുട്ടികളോട് എപ്പോഴും ജോലി തന്നെ മുഖ്യം, ലൈഫൊക്കെ അതിന് ശേഷം സെറ്റിൽ ചെയ്യാമെന്നാണ് ഞാൻ പറയുള്ളൂ. അപ്പോൾ എല്ലാവരോടും കേട്ടോ. അപ്പോൾ മേ ബി നമ്മൾ ഒരിക്കലും സമയം, എൻ്റെ കൂട്ടുകാരികൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ പറയൂ കേട്ടോ, സരിത എപ്പോഴും സമയത്തെ വില കൽപ്പിക്കാണ്ട് കളയുന്ന ആളാണ് എന്ന് പറയും. സമയം നമുക്ക് വേണ്ടി ഒരിക്കലും വെയിറ്റ് ചെയ്ത് നിൽക്കില്ല എന്നുള്ളത് സത്യമാണ്. സമയം നമ്മൾ ഒരുപാട് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് തിരിച്ചു കിട്ടില്ല. എന്ന് വെച്ചാൽ ഞാനത് ഹോപ്പ് ചെയ്യാതിരിക്കുന്നൊന്നുമില്ല. സൈഡിൽ യൂട്യൂബ് ചാനലുണ്ട്, ഗവൺമെൻറ് ജോലിയിൽ ഒരു ശതമാനമെങ്കിലും പറ്റുമെങ്കിൽ കയറണം എന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന പ്രൊഫഷൻ ടീച്ചിങ് തന്നെ എന്തായാലും ഞാൻ ചെയ്യാതിരിക്കില്ല. അതിന് പറ്റിയൊരു രീതിക്ക് എനിക്ക് എൻ്റെ കയ്യിലേക്ക് വന്നിട്ടില്ല. പിന്നെ ഏതെങ്കിലും ഓഫീസുകളിലാണെങ്കിലും റീസെൻ്റ്ലി ആയിട്ട് നോക്കുന്നുണ്ട്. ഇപ്പോൾ പല കാര്യങ്ങളിലും ഇൻവോൾവഡ്, നാടകം കാര്യങ്ങളിലൊക്കെ ഇൻവോൾവഡ് ആയതുകൊണ്ടാണ് ഒന്നിനും പോകാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. ആകെ 2 പേര് ക്വസ്റ്റ്യൻ ചോദിച്ചു, 2-3 ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചെങ്കിലും പറഞ്ഞു വന്നത് ഒരു 1000 ക്വസ്റ്റ്യൻ്റെ ആൻസറാണെന്ന് തോന്നുന്നു. എനിവേ, അപ്പോൾ ഒരുപാട് സന്തോഷം എല്ലാവർക്കും. അപ്പോൾ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ റിനിക്കും ദീപ ശിവനും ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ലവ് യു ഓൾ. എല്ലാവർക്കും എൻ്റെ വക ഗുഡ് നൈറ്റ്.